വിനോദ് ഗത്തേൽ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലേക്ക് നാട്ടിൽ നിന്ന് പുതുതായിട്ട് വരുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ്. ആരും തട്ടിമാറ്റി പോകേണ്ട. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സിം കാർഡ് എടുക്കുക, സിം കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, ഇക്കാമയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എല്ലാതും ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സുകളോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും സൗദി അറേബ്യയിലേക്ക് പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനലിലൂടെ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സൗദി അറേബ്യയിൽ നമ്മൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പല നെറ്റ്വർക്കിൻ്റെയും സിം കാർഡുകൾ വിൽക്കുന്ന കൗണ്ടറുകളുണ്ട്. അതായത് മൊബൈൽ, ഇസൈന്, STC ഇങ്ങനെയൊക്കെ. ഏതെങ്കിലും ഒരു സിം കാർഡ് നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ കൊടുത്ത് നിങ്ങൾ സിം കാർഡ് മേടിക്കുക. സിം കാർഡ് ഫോണിൽ ഇട്ട് നോക്കിയിട്ട് അത് സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന്, ആക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പുറത്തിറങ്ങുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എടുക്കുന്ന ആ മൊബൈൽ നമ്പർ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ നമ്പറിലാണ് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും അത് ഇക്കാമ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് നിങ്ങൾ ഇക്കാമയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ നമ്പർ കട്ടായി പോകും. പിന്നെ അപ്ഷീർ നിങ്ങൾക്ക് ഈ നമ്പർ കൊടുക്കുമ്പോൾ ഈ നമ്പർ നിങ്ങൾക്ക് OTP എല്ലാം വരുന്ന ഈ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ ആ നമ്പർ നിങ്ങൾ പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാമ കിട്ടിയതിന് ശേഷം നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും കമ്പനിയിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 3 മാസം നിങ്ങൾക്ക് പ്രൊഫഷണൽ പീരീഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ലോക്കൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പർ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മെസ്സേജ്, അതായത് ഇക്കാമയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതെല്ലാം ഈ മൊബൈലിലേക്കാവും. അപ്പോൾ മൊബൈൽ നമ്പർ നിങ്ങൾ കമ്പനിയിലോ അല്ലെങ്കിൽ അതിനകത്ത് ബന്ധപ്പെട്ട ആളുകൾക്കോ നിങ്ങൾ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, അതായത് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്കാമ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് നിങ്ങളുടെ ഇക്കാമ ഓൾറെഡി ഇഷ്യൂ ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും. പക്ഷേ ഇക്കാമ നമ്പർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാർഡ് കിട്ടണമെങ്കിൽ കുറച്ച് സമയം. പക്ഷേ ഈ ഇക്കാമ നമ്പർ നിങ്ങൾ വെച്ചിട്ട് നഫാത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കുക. നഫാത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡും യൂസർ നെയിം നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. സൗദി അറേബ്യയിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഈ നഫാത്ത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഈ വീഡിയോയിൽ വിവരിക്കാൻ പറ്റില്ല. ജസ്റ്റ് എന്നാലും ഞാൻ പറയാം. ഈ നഫാത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടുത്തെ തന്നെ സൗദി ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അതൊരു വെരിഫൈ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ മൊബൈലിൽ എന്തൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിലും ശരി, ഇപ്പോൾ ബാങ്കിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്ഷീർ ആയിക്കോട്ടെ, ഗവൺമെൻറ് സൈറ്റിൻ്റെ എന്തും ആയിക്കോട്ടെ, നമ്മളത് നഫാത്ത് വഴിയാണ് നമ്മൾ വെരിഫൈ ചെയ്യുക. നമ്മൾ ഫേസ് ഡിറ്റക്ട് ചെയ്ത് നമ്മളൊരു നമ്പർ അടിച്ചു കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് മസ്റ്റാണ് ഈ സൗദി അറേബ്യയിൽ ഈ നഫാത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ആണ് ഞാൻ പറഞ്ഞത്, ഈ നഫാത്ത് നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് വീഡിയോ കാണുന്നവർ എന്താണ് ഈ നഫാത്ത് എന്ന് ചോദിക്കും. അപ്പോൾ നഫാത്ത് എന്ന് പറഞ്ഞാൽ ചെറുതായി ചുരുക്കി പറഞ്ഞതാണ്. ഒരു കമ്പനിയിലേക്കാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആ മൊബൈല്, അതായത് നിങ്ങൾ എടുത്ത സിം കാർഡിൻ്റെ നമ്പർ നിങ്ങൾ കൊടുത്ത ശേഷം നിങ്ങൾക്കൊരു മെയിൽ ID ഉണ്ടാവും. മെയിൽ ID നിങ്ങൾ കൊടുക്കുക. ചിലപ്പോൾ ഈ മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിൽ ID കൊടുക്കുന്നുണ്ട്, മെയിൽ IDയും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. നഫാത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ളവർ, അതായത് ഇപ്പോൾ റിയാദിലാണെങ്കിൽ റിയാദ്, അല്ലെങ്കിൽ ദമാം, ജിദ്ദ, പല പ്രൊവിഷനിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ റിയാദിലാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ലുലു മാളിലുണ്ട്, പിന്നെ നമ്മുടെ ഖുറൈസ് മാളിലുണ്ട്, പിന്നെ പല പാണ്ഡ ഹൈപ്പർ മാർക്കറ്റുകളിലുണ്ട്, പല സ്ഥലങ്ങളിലും കിയോസ്കി മെഷീൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങളുടെ ഇക്കാമ നമ്പർ കൊടുത്ത് നിങ്ങളതൊരു ID ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ കിയോ മെഷീനിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇക്കാമ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫിംഗർ വയ്ക്കാൻ പറയും. ആ ഫിംഗർ വെച്ച് നിങ്ങൾക്ക് വീണ്ടും ഒരു OTP വരും. പിന്നെ നിങ്ങൾ ഫിംഗർ ആക്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട് ഒരു OTP കൂടി വരും. ഈ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന OTP നിങ്ങൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും മൊബൈലിലേക്ക്. അത് കഴിഞ്ഞ് ഒരു പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലേക്ക്, നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. ആ പാസ്വേഡ് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. ആ പാസ്വേഡ് നിങ്ങളുടെ ഫോണിൽ താൽക്കാലികമായിട്ട് അപ്ഷീർ ഓപ്പൺ ആക്കാനുള്ള ഒരു പാസ്വേഡാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ നിങ്ങൾ ഈ അപ്ഷീർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്ഷീർ നിങ്ങളുടെ ഫോണിൽ അപ്ഷീർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു ഇക്കാമ നമ്പറും പിന്നെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ആ കിയോസ്കി മെഷീനിൽ ഒരു പാസ്വേഡ് വന്നില്ലേ, ആ പാസ്വേഡ് നമ്പറും കൂടി കൊടുക്കുക. അത് കൊടുത്ത് നിങ്ങൾ അപ്ഷീർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ്, അതായത് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്ന ഒരു പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാം, നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് കൊടുക്കാം. അതിൽ അവർ പറയുന്ന പോലെ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സിമ്പിൾ നമുക്ക് കൊടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതിൽ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഓൺ
ക്രിയേറ്റ് ആയിട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന പാസ്വേഡ്, അതായത് എപ്പോഴും നമുക്ക് ഇനി സൗദി അറേബ്യയിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് അബ്ഷീറിന്റെ പാസ്വേഡ് യൂസർ നെയിം പിന്നെ ഇക്കാമ നമ്പറാണ് ഒരുവിധ ആളുകൾക്കൊക്കെ കൊടുക്കുന്നത്, അടിച്ചു കൊടുത്താൽ മതി. പക്ഷെ പാസ്വേഡ് നിർബന്ധമായിട്ടും മറക്കാതെ എവിടെയെങ്കിലും കൊടുത്തു വയ്ക്കുക. ഇനി മറന്നാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്തിട്ട് വീണ്ടും കിട്ടും. പക്ഷെ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ പാസ്വേഡ് ഓർത്ത് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പുതിയ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നഫാത്ത് ഓപ്പൺ ആവും. നഫാത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാൽ അതിലൊരു നമ്പർ ഉണ്ടാവും, ഒരു 2 ഡിജിറ്റ് നമ്പർ. അത് നമ്മൾ എൻ്റർ ചെയ്യാൻ പറയും. അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അബ്ഷീർ ഓപ്പൺ ആവും. ഇനി നിങ്ങൾ എയർപോർട്ടിൽ നിന്നും എടുത്ത ഈ സിം കാർഡിന്റെ നമ്പർ നമ്മളെ അബ്ഷീറിലേക്ക് കണക്ട് ആക്കണം. അതിനുള്ളതാണ് അടുത്തത്. അതിനുവേണ്ടി നിങ്ങൾ ഏതാണ് നെറ്റ്വർക്ക്, അതായത് STC ആയിക്കോട്ടെ മൊബൈൽ ആയിക്കോട്ടെ, അവരുടെ ഓഫീസ് എവിടെയാണുള്ള ഓഫീസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാം. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ കണക്ട് ചെയ്ത് തരും. അല്ലെങ്കിൽ അവിടെ ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് വഴി നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനടി നിങ്ങളുടെ ടെലി ഓപ്പറേറ്റർ, അതായത് ഏതാണോ STC ആണോ മൊബൈൽ ആണോ ഏതാണെന്ന് വെച്ചെങ്കിൽ അവരുടെ ഓഫീസിൽ പോവുക. അവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ QR കോഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ മൊബൈൽ നമ്പർ നിങ്ങൾ എന്തായാലും ഇതിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് കട്ടായി പോകുന്നതാണ്. അത് നിങ്ങൾ പാസ്പോർട്ടിലായിരിക്കും, പാസ്പോർട്ട് നമ്പറിലായിരിക്കും മൊബൈൽ നമ്പർ ഉണ്ട്. അതിന് ഇത്രയും കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ മൊബൈൽ നമ്പർ അബ്ഷീറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇത്രയൊക്കെയാണ് ചെയ്യാനുള്ളത്. അല്ലാതെ ഞാനൊക്കെ എയർപോർട്ടിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എയർപോർട്ടിൽ കാണാം ഒരുപാട് നഴ്സുമാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ആയിക്കോട്ടെ, ഒരുപാട് നഴ്സുമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. കൂടുതലും ലേഡീസ് നഴ്സുമാരൊക്കെ കാണാം. അവിടെ കിടന്ന് തിരിഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് സത്യത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൽ പ്രത്യേകിച്ച് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ആ നമ്പർ ഉപയോഗിച്ച് ചിലപ്പോൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ചിലപ്പോൾ അവർ പറയും 24 hours എന്നൊക്കെ പറയും. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും പോകരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വരും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ.